ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല നാടൻ ഒരു കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് കണ്ണിമാങ്ങ കിട്ടിയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഈ അച്ചാർ ഇടുന്നതിന് മുന്നേ ഞാനിതൊന്ന് ഉപ്പിലിട്ട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് ദിവസം ഒന്ന് ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ട് നമുക്ക് അച്ചാറിടാം. നല്ല ഫ്രഷ് മാങ്ങയാണ്, കണ്ടോ? നല്ല നാടൻ കണ്ണിമാങ്ങയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇന്നത്തെ നമ്മളിത് ഉപ്പിലിടാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇതേ വലിയൊരു ഭരണി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഭരണിയിലാണ് നമ്മളിന്ന് കണ്ണിമാങ്ങ ഉപ്പിലിട്ട് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഉപ്പിലിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മൊത്തം തണ്ട് നമ്മൾ എടുത്ത് കളയാൻ പാടില്ല. അതേ മിനിമം ഇത്രയും തണ്ടെങ്കിലും അതിനകത്ത് വെച്ചേക്കണം. എന്നാലേ ആ കണ്ണിമാങ്ങയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പോൾ ഒരു ടേസ്റ്റ് വേണമെങ്കിൽ ഒരു കുറച്ച് തണ്ടെങ്കിലും അതിനകത്ത് വെച്ചേക്കാം. മുഴുവനായിട്ട് എടുത്ത് കളയാൻ നിൽക്കരുത്. അപ്പോൾ കുറച്ച് തണ്ടോടുകൂടി നമുക്ക് ഈ മാങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ആദ്യമേ ചെറിയ തണ്ടോടുകൂടി തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ചെറിയൊരു തണ്ട്, ഇത്രയും തണ്ട് അതിനകത്ത് വെച്ചിരുന്നാൽ മതി. ബാക്കിയൊന്നും നമുക്ക് ആവശ്യമില്ല. കണ്ടില്ലേ? ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ മാങ്ങയുടെ വലിയ തണ്ടൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ചെറിയ തണ്ട് മാത്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? എല്ലാ മാങ്ങയ്ക്കും അതുപോലെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പിലിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഒട്ടും തന്നെ ജലാംശം ഉണ്ടാവാൻ പാടില്ല. നമ്മളിനി കഴുകിയാലും നന്നായിട്ട് തുടച്ചെടുക്കുക. ഞാൻ നന്നായിട്ട് തുടച്ച് ഒട്ടും തന്നെ വെള്ളം ജലാംശം ഇല്ലാതെ വെച്ചേക്കുന്ന മാങ്ങയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഉപ്പിലിടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഉപ്പിലിടാൻ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് കല്ലുപ്പാണ്. സാധാരണ പൊടിയുപ്പിനേക്കാളും നല്ലത് കല്ലുപ്പാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഭരണിക്കകത്തേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കാം. കുറച്ച് കല്ലുപ്പ് ആദ്യം തന്നെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. മൊത്തത്തിൽ മാങ്ങ അപ്പം തന്നെ ഇട്ട് കൊടുക്കരുത്. നമ്മൾ ആദ്യം ഒരു ലെയർ, അതായത് കുറച്ച് മാങ്ങ ഒരു ലെയർ പോലെ ഇട്ടിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിട്ട മാങ്ങയുടെ മുകളിലേക്കായിട്ട് വീണ്ടും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കല്ലുപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഓരോ മാങ്ങയായിട്ട് നമുക്കതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഓരോരോ ലെയറുകളായിട്ട് നിറച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കല്ലുപ്പ് വിതറി കൊടുക്കണം കേട്ടോ. അല്ലാതെ ഒറ്റ സ്ട്രെച്ചിന് മാങ്ങ മുഴുവൻ ഇടാൻ പാടില്ല. ഇനി ബാക്കി മാങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ മാങ്ങയും നമ്മൾ ഭരണിക്ക് ഇട്ടിട്ടുണ്ട്. ഞാനൊരു 2 കിലോ മാങ്ങ എടുത്തു കേട്ടോ. എന്നിട്ടും ഈ ഭരണി നിറഞ്ഞിട്ടില്ല. അപ്പം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ? നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒട്ടും തന്നെ ഇനി വെള്ളം ഒഴിക്കരുത്. നമ്മൾ ഇതുപോലെ തന്നെ കാറ്റ് കടക്കാത്ത രീതിയിൽ നന്നായിട്ട് മുറുക്കി ടൈറ്റായിട്ടൊന്ന് കെട്ടി വെച്ചിട്ട് ഒരു 2 ആഴ്ച, മിനിമം ഒരു 14-15 ദിവസമെങ്കിലും കെട്ടി വെച്ചതിന് ശേഷം മാത്രമേ അച്ചാർ തയ്യാറാക്കാവൂ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്കിത് മുറുക്കി ഒന്ന് എയർ ടൈറ്റായിട്ട് ഒന്ന് കെട്ടി വെക്കാം. അതിൻ്റെ മൂടി കൊണ്ട് ഞാൻ ആദ്യം അടയ്ക്കാൻ പോവുകയാണ്. കണ്ടില്ലേ? അടച്ചതിന് ശേഷം നല്ല വൃത്തിയുള്ളൊരു തുണി നല്ല കട്ടിക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് നല്ല എയർ ടൈറ്റായിട്ടൊന്ന് കെട്ടി വെക്കുക. ഒട്ടും തന്നെ കാറ്റ് കിടക്കാൻ പാടില്ല കേട്ടോ. ആ ഉപ്പൊക്കെ അലിഞ്ഞ് അതിനകത്ത് ഓൾറെഡി വെള്ളം ഇറങ്ങിക്കോളും. നമ്മളിനി പ്രത്യേകം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. എത്രത്തോളം ടൈറ്റാക്കാൻ പറ്റും അത്രത്തോളം ടൈറ്റാക്കിക്കോളാം. നമ്മൾ 14 ദിവസം ഉപ്പിലിട്ടിട്ട് ഇതേ കണ്ണിമാങ്ങ ഇതുപോലെ നല്ല ചുക്കി ചുളുങ്ങി കറക്റ്റ് പരുവത്തി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കിതൊന്ന് അച്ചാറിടാം. അപ്പോൾ അച്ചാറിടാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ എടുത്തിട്ടുള്ള മാങ്ങയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഉലുവ, കുറച്ച് ഉലുവ അല്ലെങ്കിൽ ഒരുപാട് ചേർക്കേണ്ട, കയ്പ്പ് വരും. ഇത് ഏകദേശം ഒരു ടീസ്പൂൺ ഉലുവയുണ്ട്. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഒരുപാടൊക്കെ കരിഞ്ഞൊന്നും പോകണ്ട. മാങ്ങ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ ഉലുവയും കുറച്ച് മതി. ഉലുവയുടെ കളറൊക്കെ അതേ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാടൊക്കെ കളറൊന്നും മാറണ്ട. ഇത് ഒരുവിധമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാനിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഒരു 1.25 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്.
കാരണം കടുമാങ്ങ നമ്മളിടുന്ന കടുകിൽ ഇത് പൊടിച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കടുക് അറിയാമല്ലോ, ചെറുതായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ നമുക്കങ്ങ് എടുക്കാം. അപ്പോഴാണ് അത് നന്നായിട്ട് ചൂടാവുക. ഒരുപാടൊന്നും പൊട്ടാൻ നിൽക്കേണ്ട, ചെറുതായിട്ട് ഓരോന്ന് പൊട്ടി തുടങ്ങുമ്പോഴേ നമുക്ക് ഓഫാക്കാം. ഇതും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് രണ്ടും കൂടി നമുക്ക് ഒന്നിച്ച് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടി നമ്മൾ ആദ്യമേ ചെയ്തു വെക്കണം. നമുക്ക് ആ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കി വെക്കാം. എണ്ണ എന്ന് പറഞ്ഞാൽ നല്ലെണ്ണയാണ് അച്ചാറിന് ഏറ്റവും നല്ലത്. നല്ലെണ്ണയോ എള്ളെണ്ണയോ ഏത് എണ്ണയായാലും ഒന്ന് ചൂടാക്കാം. തിളയ്ക്കൊന്നും വേണ്ട, പക്ഷെ നന്നായിട്ട് ചൂടാവണം. ചൂടായിട്ടേക്ക് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്, തിളയ്ക്കണ്ട. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കണം. ഇനി ഇതിനകത്ത് പൊടികളൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്. അതിൻ്റെ കൂടെ 1 സ്പൂൺ അച്ചാർ പൊടി കൂടി. ഇനി നമ്മൾ പൊടിച്ചെടുത്ത, നമ്മൾ ചൂടാക്കി വെച്ചില്ലേ ഉലുവയും കടുകും കൂടി അത് പൊടിച്ചെടുത്തതാണ്. നമുക്കത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടികൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യും. അപ്പം നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ചാറ് വേണ്ട, അപ്പം ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. നമുക്ക് നല്ല ഗ്രേവി വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം, ഉപ്പുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു ജാറിലേക്ക്, അല്ലെങ്കിൽ ഒരു നന ഒട്ടുമില്ലാത്ത ഒരു ഡ്രൈ ആയിട്ടുള്ള കുപ്പിയിലേക്ക് മാറ്റാം. പ്ലാസ്റ്റിക്കിൽ അച്ചാർ ഇട്ട് വെക്കാൻ പാടില്ല, കണ്ണാടി കുപ്പി തന്നെ എടുക്കാം. ഒട്ടും അതിനകത്ത് ജലാംശം ഉണ്ടാവാൻ പാടില്ല. നമുക്ക് അതിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് നമുക്ക് ആ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം. അച്ചാറെല്ലാം നമ്മൾ കുപ്പിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള എണ്ണയില്ലേ, അത് തണുപ്പിച്ചത് ഒഴിച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ ചെയ്താൽ അച്ചാർ പൂത്തു പോകത്തില്ല, ഒരുപാട് നാള് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ മുകളിൽ നികന്ന് നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അടച്ചു വെക്കണം. അപ്പോൾ അടയ്ക്കുന്നതിന് മുമ്പ് അടപ്പിലും കൂടി നമുക്കൊരല്പം എണ്ണ ഒന്ന് തടവി കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല എയർ ടൈറ്റാക്കി ഒന്ന് അടച്ചു വെക്കാം. പിന്നെ ഈ രീതിയിൽ അച്ചാർ തയ്യാറാക്കുമ്പം പറയേണ്ട പ്രത്യേകിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 2 ആഴ്ചയെങ്കിലും ഇത് വെച്ചിട്ടേ എടുക്കാവൂ. കാരണം എന്നാലേ ആ ഉപ്പും ഇതൊക്കെ മസാലയൊക്കെ പിടിച്ചിട്ട് അച്ചാറിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടും. മിനിമം ഒരു 2 ആഴ്ചയെങ്കിലും വെച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.